വയനാട് മാനന്തവാടി പഞ്ചാരക്കുലിയിൽ വീണ്ടും കടുവാ സാന്നിധ്യം. കാൽപ്പാടുകൾ കണ്ടെത്തി കടുവയെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കി. ജോഷില ചേരുന്നു. ജോഷില, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, നേരത്തെ രാധയെ കടുവ ആക്രമിച്ചു കൊന്ന ഈ പ്രദേശത്തോട് ചേർന്നാണ് വീണ്ടും കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലാണ് കടുവ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കാൽപ്പാടുകൾ കണ്ടെത്തുകയായിരുന്നു. ഈ കാൽപ്പാടുകൾ കടുവയുടേതാണെന്ന് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഷമ്മി, ജോഷില, ഈ പ്രദേശം ജനവാസ മേഖലയാണോ? ജനങ്ങൾ ധാരാളമായി ഉള്ള പ്രദേശമാണോ? അവർക്ക് ഈ പറയുന്നത് പോലെ കടുവയെ കണ്ടു എന്നുള്ള ഒരു ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രദേശമാണോ? തീർച്ചയായും ഷമ്മി, തോട്ടം മേഖലയാണ് പഞ്ചാരക്കൊല്ലി. എന്നാൽ തോട്ടത്തിന് ചുറ്റും ജനവാസ മേഖലയാണ്. നേരത്തെ രാധയെ കടുവ ആക്രമിച്ചു കൊന്ന സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചുറ്റും ജനവാസ കേന്ദ്രമാണ്. അവിടെ തോട്ടം മേഖല ഉണ്ട് എന്നുള്ളതല്ലാതെ തോട്ടം മേഖല ജോലി ചെയ്യുന്ന തൊഴിലാളികളും അതുപോലെ തന്നെ ചുറ്റും ജനവാസ മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് പെട്ടെന്ന് തന്നെ നിരീക്ഷണം ഏർപ്പെടുത്തുകയും കടുവയെ പിടികൂടാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ ഉള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത്.